ജോലിക്കിടെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ആശുപത്രിയുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും. കോട്ടയം കടുത്തുരുത്തി മധുരവേലിയിലാണ് ഈ ആശുപത്രി വരുന്നത്. മകളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നാണ് വന്ദനയുടെ പിതാവ് മോഹൻദാസ് 24നോട് പറഞ്ഞത്. മോളുടെ ഒരു ആഗ്രഹം സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടരായിട്ടുള്ള അനാഥരായിട്ടുള്ള ആളുകൾക്ക് ഒരു ചികിത്സയും സൗകര്യം ചെയ്യണമെന്നുള്ളതായിരുന്നു. അത് ഹോസ്പിറ്റലായിട്ട് തന്നെ വലിയൊരു ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള എൻ്റെ മോളുടെ ആഗ്രഹം പോലെ ഞങ്ങളുടെയും ഒക്കെ ആഗ്രഹം. അതിന് നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും മറ്റ് പൊതുപ്രവർത്തകരുടെയും മറ്റ് ആളുകളുടെയൊക്കെ പൂർണ്ണ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡോക്ടർ വന്ദന, നമുക്കറിയാം, നമുക്കിന്ന് വന്ദന ഒരു നോവാണ് നമുക്ക് ഉള്ളിൽ. കാര്യം ആ കുട്ടി ഒരുപക്ഷെ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു. പാവങ്ങളെ സഹായിക്കാനും സാധുക്കളുടെ പരിപാലനത്തിനായി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരു യുവ ഡോക്ടറെയാണ് നരാധമൻ നിഷ്ഠൂരം ഇത്രയധികം കുത്തുകുത്തി കൊലപ്പെടുത്തിയത്. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിപ്പോഴും തുറന്നിട്ടില്ല എന്ന് നമുക്ക് എത്രയോ തവണ മനസ്സിലായിട്ടുണ്ട്. ഈ ആശുപത്രി ഉയരുമ്പോൾ ആ കുട്ടിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നാട്ടുകാർ കൂടി അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുകയാണ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായിട്ടും ഈ ചുങ്ങപ്പുലരിയിൽ ഒരു സന്തോഷ വാർത്ത, ഒരു പക്ഷേ ഒരു ആശ്വാസവും അതിന് പറയാൻ വാക്കുകൾ തന്നെയില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ 2023 മെയ് മാസത്തിലുണ്ടായ ആ സംഭവം അത് നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിച്ചൊരു സംഭവമാണ്. വലിയ സ്വപ്നങ്ങളായിരുന്നു ഈ ഒരു രംഗത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഡോക്ടർ വന്ദനയ്ക്കുണ്ടായിരുന്നത്. SKN പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യണമെന്നൊരു സ്വപ്നം ആ വന്ദനയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും അതൊന്നും നടന്നില്ലെങ്കിലും പക്ഷേ അത് പൂർത്തിയാക്കാൻ, ആ സ്വപ്നം പൂർത്തിയാക്കാൻ മാതാപിതാക്കൾ തന്നെ തയ്യാറായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടുത്തുരുത്തിയിലെ മധുരവേലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഡോക്ടർ വന്ദനയുടെ പേരിലുള്ള ആശുപത്രി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏകദേശം 11:30 തന്നെ മന്ത്രി VN വാസവൻ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചെറിയൊരു സംരംഭമാണ്, അതായത് ചെറിയൊരു ആശുപത്രിയായിട്ടാണ് ഇത് തുടങ്ങുന്നത്. 6ഓളം പേർക്ക് കിടത്തി ചികിത്സ അടക്കമുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ. പക്ഷേ വിപുലമായിട്ടുള്ള സൗകര്യം ഒരുക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് തന്നെയാണ് കുടുംബം എത്തിയിട്ടുള്ളത്. അതിനുള്ള അനുമതികളൊക്കെ ലഭിക്കുന്ന മുറയ്ക്ക് വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ഈ വന്ദനയുടെ വീട് ഇവിടെ നിന്ന് ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ്, കിലോമീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ആളുകൾക്കും അവരുടെ സേവനം ലഭിക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയത്. മിതമായ നിരക്കിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് കുടുംബം എടുത്തിട്ടുള്ളത്. സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സ ലഭ്യമാകണം എന്നുള്ള ഒരു നിർബന്ധം മാതാപിതാക്കൾക്കുണ്ട്. വന്ദനയുടെ സ്വപ്നവും അതുതന്നെയാണ്. നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിൽ അമ്മ വീട്ടിന് സമീപത്തായിട്ട് ഒരു ക്ലിനിക്ക് തൃക്കുന്നന്തുപുഴയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും ആളുകൾ ഇപ്പോൾ ചികിത്സ തേടി എത്തുന്നുണ്ട്, നിരവധി പേർ എത്തുന്നുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കടുത്തുരുത്തി മധുരവേലിയിലും ഈ ഒരു സംരംഭം, ഒരു ആശുപത്രി തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്ദനയുടെ വലിയ സ്വപ്നമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആശുപത്രിയും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരെ ചികിത്സിക്കുക എന്നുള്ളതും. ആ ഒരു സ്വപ്നം എന്തായാലും കുടുംബം യാഥാർത്ഥ്യമാക്കുകയാണ്. വിവരങ്ങൾ നൽകിയത്. ഞാൻ ഈ വന്ദനയുടെ പിതാവ് മോഹൻദാസിനോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ ധർമ്മപത്നിയും ഒക്കെ നമ്മോട് പങ്കുവയ്ക്കുന്ന ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. ഏക മകളായിരുന്നു, അവൾ പോയി. അതും ഇങ്ങനൊരു നിഷ്ഠൂരൻ്റെ കൈകളിൽ നിന്ന് ഇത്രയും വലിയ പാതകം ഏറ്റുവാങ്ങിയാണ് മൃഗീയമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ടത്. ഇനി മകൾക്ക് വേണ്ടി സ്വന്തം വീട് നിൽക്കുന്ന സ്ഥലവും എല്ലാം അദ്ദേഹം നാട്ടുകാർക്ക് ആശുപത്രി ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നതിനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സഹായമൊക്കെ അവർ തേടുന്നുണ്ട്. ഈ കുടുംബത്തിന് എന്തൊക്കെ സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊന്നും അധികമാകില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.